الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدئ الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم فأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رمضان معصم طاعة وعبادتي وترف من برلة الإجرام رمضان جودي دائم وتوسل دواء قلب خمسة بتلاوة تدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسلام مجالسات صالحين الفضلاء ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സർവലോക നിയന്താവും സർവാധിപതിയും സർവപരിപാലകനും ഈ പ്രപഞ്ചത്തെ ആകമാനം ക്രമം തെറ്റാതെ നിയന്ത്രിക്കുന്നവനും നമുക്ക് ആവശ്യമായ എല്ലാം നൽകി നമ്മെ സദാ പോറ്റിക്കൊണ്ടിരിക്കുന്നവനുമായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ സലഫി സെന്ററിന്റെ ഓരത്ത് നമുക്ക് ഒത്തുകൂടുവാനും അഹ്ല റമളാൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ ഉത്ബോധനം പരസ്പരം കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്.
നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു തആല സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും പരസ്പരം ഒരുമിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു തആല ഈ ഇൽമിന്റെ മജ്ലിസ് വിട്ടുപിരിയുന്നതോടുകൂടി പുറത്തു നിന്ന് മഅ്ഫിറത്ത് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരാൾക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അതിമഹത്തായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു മാസമാണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന പരിശുദ്ധ റമദാൻ. നമ്മുടെ ആയുസ്സിനെ പോലും തോൽപ്പിച്ചു കളയുമാറ് പുണ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ആ മഹത്തായ റമദാൻ മാസത്തിന്റെ രാപ്പകലുകളാകുന്ന ദിനരാത്രങ്ങളെ ഞാനും നിങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അത് ശഅബാൻ മാസത്തിന്റെ സമാപന ദിനങ്ങളിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം എന്നാണ് എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുവാനുള്ളത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം അത് എന്താണ് എന്ന് ചോദിച്ചാൽ നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല. സ്വർഗം കിട്ടണം, നരകത്തിന് രക്ഷപ്പെടണം, ഉറപ്പാണ്. പിന്നെ നമുക്ക് ആവശ്യമായ എല്ലാം നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ 16-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നമുക്ക് കൺകുളിർക്കെ കാണണം. ഇതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. എന്നാൽ എന്താണ് സ്വർഗം, എന്താണ് നരകം? ഇത് നമ്മൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ലളിതമായ ചിന്തകളും അതുപോലെ തന്നെ ചില ആശ്വാസ വചനങ്ങളുമാണ്. ഞാൻ എന്തായാലും മുജാഹിദാണ്, ശിർക്കും വിദാത്തൊന്നും എൻ്റെ അടുത്തില്ല, വലിയ റാമൊന്നുമില്ല, കഴിയണമാതിരി വിഭാഗത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല എന്നെ നരകത്തിലിടൂല, ഞാൻ കഴിച്ചിലാവും, അള്ളാഹുവിനെ അങ്ങനെ ആക്കൂല, അങ്ങനെ ആക്കൂല എന്നിങ്ങനെയുള്ള കുറെ ആശ്വാസ വചനങ്ങളും ലളിതമായ ചിന്തകളും മാത്രമാണ് നമ്മുടെ ഒക്കെ മനസ്സിലുള്ളത്. എന്താ കാരണം? നമ്മളെല്ലാം മുസ്ലിമീങ്ങളാണ്, എന്നാൽ നമ്മൾ മുഅ്മിനീങ്ങളായിട്ടുണ്ടോ ഇല്ലേ എന്ന് ഒന്ന് പരിശോധിക്കണം. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 5-ാം ആയത്തിലൂടെ പറയുന്നത് വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ ആഖിറത്തിൽ ദൃഢമായി വിശ്വസിച്ചവരാണ്. വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, വഹും ബിൽ ആഖിറതി ഹും യുഅ്മിനൂൻ എന്നല്ല പറഞ്ഞത്. യുഅ്മിനൂൻ എന്ന് പറയുന്നതും യൂഖിനൂൻ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. യുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ വിശ്വസിച്ചവരാണ്. നമ്മളെങ്ങനെയാണ്? ഖബറുണ്ട്, പരലോകമുണ്ട്, മഹ്ശറുണ്ട്, ഹിസാബുണ്ട്, സ്വർഗനരകങ്ങളുണ്ട്, മീസാനുണ്ട്, അല്ലേ? ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ആ പരലോകത്തെ, ആ മരണത്തോടു കൂടിയുള്ള ജീവിതത്തെ കണ്ണിൽ കണ്ടതുപോലെ വിശ്വസിക്കാനുള്ള യഖീനായ ഈമാൻ നമുക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സഹാബത്തിനെ പറ്റി പറഞ്ഞത് എന്ത്? വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ ആഖിറത്തിൽ ദൃഢമായി വിശ്വസിച്ച ആളുകളാണ്. അപ്പൊ കണ്ണിൽ കണ്ടതുപോലെ സ്വർഗത്തെ, നരകത്തെ, മരണത്തെ, മരണാന്തര ജീവിതത്തെ, ഖബറിനെ, ഖബറിലെ ഹിസാബുകളെ എല്ലാം കണ്ണിൽ കണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ
യഥാർത്ഥത്തിൽ നമ്മുടെ കൺതടങ്ങൾ ഈറനണിയും, നമ്മുടെ ഹൃദയം വിതുമ്പും, ചുണ്ടുകൾ ഇടറും. നമുക്ക് സദാ മരണത്തിന് ശേഷമുള്ള പരലോക ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനും ഓർക്കാനും കഴിയും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ, പല സന്ദർഭത്തിലും അദ്ദേഹം പള്ളികളിൽ ധാരാളം സമയം ഇരിക്കാറുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലൊക്കെ പോയി കുറെ സമയം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോഴും അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ചമ്രം പടിഞ്ഞ് നിന്ന് തല താഴ്ത്തി അദ്ദേഹം അങ്ങനെ റബ്ബിനെ ഓർത്തുകൊണ്ട്, പരലോകത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ തട്ടിയിട്ട് ചോദിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ, എന്താണ് അബ്ദുല്ലാഹി മസ്ഊദ് താങ്കൾ ഇങ്ങനെ പള്ളിയിൽ സദാസമയം ഇരിക്കുന്നത്? ആ സമയത്ത് അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, കൈഫ നഫ്റഹു, എങ്ങനെയാണ് റസൂലേ നമ്മളൊന്ന് സന്തോഷിക്കുന്നത്, എങ്ങനെയാണ് ഞാനൊന്ന് ആഹ്ലാദിക്കുന്നത്? അൽ മൗതു അമാമന, നമ്മുടെ മുമ്പിൽ മരണം വരാനില്ലേ? വൽ ഖബർ വരാഅനാ, നമ്മുടെ പിന്നിലൊരു ഖബർ ജീവിതമില്ലേ? അൽ ഖിയാമത്തു മൗഇദുനാ, നമുക്ക് ചെന്നു ചേരാനുള്ള പരലോകമില്ലേ? നമ്മുടെ മുമ്പിൽ മരണമുണ്ട്, നമ്മുടെ പിന്നിലൊരു ഖബർ ജീവിതമുണ്ട്, നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന ഒരു മഹ്ശറയുണ്ട്, പരലോകമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒന്ന് പൊട്ടിച്ചിരിക്കുക, എങ്ങനെയാണെന്ന് ആഹ്ലാദിക്കുക എന്നാണ്. എന്താ കാരണം? അവര് പരലോക ജീവിതത്തെ കണ്ണിൽ കണ്ടവരെ പോലെ വിശ്വസിച്ചവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ദുനിയാവിന്റെ ഓഫറുകൾ, ദുനിയാവിന്റെ സൗരോത്ഭരമായ ഓഫറുകളിൽ, അതിലാണ് നമ്മൾ ഫാമിലി സഹിതം നമുക്ക് തിരക്ക് കൂട്ടുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഈ സമുദായം, നമ്മളതിൽ നിന്ന് ഒരു 10% കുറച്ചോനെ പേടിയും ബോധവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്ര ആളുകൾ ഈ സദസ്സിലേക്ക് വരാത്തവരുണ്ട്. ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും മക്കളെ കൊണ്ടുവരാൻ തയ്യാറാകാത്ത എത്ര രക്ഷിതാക്കളുണ്ട്. എന്താ കാരണം? എന്റെ വീട്ടിലാണെങ്കിലും പറയും, മോള് പറയും പഠിക്കാണ്ട് വാപ്പ, സ്കൂൾക്ക് കുറെ എഴുതാണ്ട് വാപ്പ, അല്ലെ? പെണ്ണുങ്ങളും പറയും കയ്യും കാലും വേദനയും കടച്ചിലുമാണ്, പ്രയാസമാണ്, നമ്മൾ പോയിക്കോളെ, അടുത്തീനെന്തായാലും ഞാൻ വരാം. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമ്മുടെ കുടുംബത്തിലെങ്കിൽ പിന്നെ പുറത്തുള്ള കുടുംബത്തിന്റെ അവസ്ഥകൾ, ചുറ്റുപാടുകൾ പറയേണ്ട ആവശ്യമില്ല. എന്താ കാരണം? മരണത്തിന് ശേഷമുള്ള ആഖിറത്തെ കുറിച്ച് യഖീനായ ഒരു ഈമാൻ, ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കയറിയിട്ടില്ല. എന്നാൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ലളിതമായ ചിന്തകളിലൂടെ, ആശ്വാസവാചകങ്ങളിലൂടെ ഓട്ടയടച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല മുഅ്മിനീങ്ങളെ നമുക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാർ, അല്ലാഹു തആല സ്വർഗ്ഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചു. സ്വർഗ്ഗത്തെയും നരകത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അർസല ജിബ്രീൽ അലൈഹിസ്സലാമു ഇലൽ ജന്ന, ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ച സ്വർഗം കാണാൻ അല്ലാഹു തആലയുടെ സൃഷ്ടികളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കാണ്. അല്ലാഹു ഉണ്ടാക്കിയ സ്വർഗം കാണാൻ ആദ്യമായിട്ട് സൃഷ്ടി പോകുകയാണ്. ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ അദ്ദേഹത്തോട് അല്ലാഹു തആല പറഞ്ഞു, ജിബ്രീൽ നീ സ്വർഗം ഒന്ന് പോയി കണ്ടിട്ട് വാ, അവിടെ ഞാൻ എന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സൗഭാഗ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കണ്ടുകൊണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് അല്ലാഹു തആലയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഖുദ്സിയ ഹദീസാണ്. എന്തായാലും പറയണത്, യാ റബ്ബ് വബി ഇസ്സതിക, അല്ലാഹ് നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, ഈ സ്വർഗമാണ് നിന്റെ അടിമകൾക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്ന് ഈ സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്ന ഒരാളും ഇത് ആഗ്രഹിക്കാതിരിക്കുകയില്ല. ഇതാണ് സ്വർഗമെങ്കിൽ ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരു മനുഷ്യനും ഇതെനിക്ക് വേണ്ടാന്ന് പറയില്ല. അത്രത്തോളം കനക കൗതുകമായ കാഴ്ചകളും സംരംഭങ്ങളുമാണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നരകത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു.
ജിബ്രീലേ, നീ നരകം ഒന്ന് കണ്ടു തിരിച്ചു വാ, എന്നിട്ട് ഇതുപോലെ നീ അഭിപ്രായം പറയണം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നരകം കണ്ടു തിരിച്ചു വന്നിട്ട് അള്ളാഹിനോട് ബേജാറായി പറയുന്ന ഒരു വാക്കുണ്ട്: അള്ളാഹുവേ, നീ നിന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകം ഇതാണെങ്കിൽ ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും ഇതിൽ പോകാൻ ആഗ്രഹിക്കില്ല റബ്ബേ. അത്രമാത്രം കഠോരമായ ശിക്ഷകളാണ്, സംരംഭങ്ങളാണ് നീ അതിലൊരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോ സ്വർഗം കണ്ടപ്പോ ആദ്യം പറഞ്ഞ എന്താണ്? ഇത് കേൾക്കുന്ന ഒരാളും ഇത് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കൂല. നരകം കണ്ടപ്പോ പറഞ്ഞ എന്താ? ഇതിനെപ്പറ്റി കേൾക്കുന്ന ഒരാൾ ഇതിൽ പോകാൻ ആഗ്രഹിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു: എന്ത്? ജിബ്രീലേ, നീ പറഞ്ഞല്ലോ സ്വർഗത്തിന്റെ പോരിശ, എങ്കിൽ ഇനി നീ ഒന്നുകൂടെ സ്വർഗം പോയി കണ്ടിട്ട് തിരിച്ചു വാ. അപ്പൊ എന്താ ഇപ്പം നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗം കാണാൻ പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് സ്വർഗം അള്ളാന്റെ സൃഷ്ടിയാണ്, സ്വർഗത്തിനോട് അല്ലാഹ് കൽപ്പിച്ചു: എന്ത്? സ്വർഗമേ, നീ മക്കാരികൾ കൊണ്ട് വലയം ചെയ്യണം. എന്താ? ജിബ്രീൽ അലൈഹി സ്വലാം ആദ്യം പോയപ്പോ നേരിട്ട് സ്വർഗത്തിന്റെ ഉള്ളു കണ്ടു. രണ്ടാമത് ജിബ്രീൽ അലൈഹി സ്വലാം കാണാൻ പോയപ്പോ അല്ലാഹ് പറഞ്ഞു സ്വർഗത്തിനോട് മക്കാരികൾ കൊണ്ട് നീ എന്ത് ചെയ്യണം? വലയം ചെയ്യണം. മക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? മക്കാരി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി. അതുകൊണ്ട് മൂടി സ്വർഗം. പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം ചെന്ന് കാണുമ്പോൾ സ്വർഗമല്ല കാണുന്നത്, പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് കാണുന്നത്. ആ വഴി കണ്ടപ്പോ, സ്വർഗത്തിലേക്ക് എത്തുന്ന വഴിയെ കണ്ടപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം മൂർത്താവിൽ കൈ വെച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് വന്നുകൊണ്ട് പറയാണ്: അല്ലാഹുവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. ഈ സ്വർഗമാണ് നിന്റെ അടിമകൾക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സ്വർഗത്തിൽ പോകുന്ന ഒരാളെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല അല്ലാഹ്. ആദ്യം കണ്ടപ്പോ ഇത് കൊതിക്കാതിരിക്കൂല എന്ന് പറഞ്ഞ അതേ ജിബ്രീൽ അലൈഹി സ്വലാം വാക്ക് മാറ്റി. എന്താ കാരണം? സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ പരിശോധിച്ചു നോക്കി. ഒരു മനുഷ്യന് എന്തൊക്കെ പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങൾ കൊണ്ടാണ് ഈ സ്വർഗം മൂടി വെച്ചിട്ടുള്ളത്. അതെല്ലാം തരണം ചെയ്ത് ഒരാൾ ആ സ്വർഗത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്റെ ഭാവനയിൽ ഒരു മനുഷ്യനയിൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതാണ് സ്വർഗം. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു: ജിബ്രീലേ, നീ നരകം ഒന്ന് പോയി സന്ദർശിച്ചു വാ. രണ്ടാമതും ഒന്ന് സന്ദർശിച്ചു വാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ നരകം സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് നരകത്തിനോട് അല്ലാഹു തആല കൽപ്പിച്ചു. കാരണം നരകവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. നരകത്തിനോട് അല്ലാഹു തആല കൽപ്പിച്ചു: എന്ത്? ഫഹ്ഫത്ത് ബിശ്ശഹവാത്ത്, നരകമേ, നീ ഷഹവാത്തുകൾ കൊണ്ട് മൂടണം. അപ്പൊ നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷ അല്ല ജിബ്രീൽ അലൈഹി സ്വലാം കണ്ടത്, പിന്നെ നരകത്തിലേക്കുള്ള വഴി കണ്ടു നോക്കി. എന്താ വഴി? എന്താ വഴി? ആസ്വാദനങ്ങൾ, സുലോത്ഭമായ ആനന്ദങ്ങൾ, അഭിലാഷങ്ങൾ, അത്യാഗ്രഹങ്ങൾ, അതിമോഹങ്ങൾ. അങ്ങനെ മനുഷ്യന്റെ കണ്ണും കാതും കൽവും അവയവങ്ങളും മുഴുവനും തെറ്റിപ്പോകുന്ന തരത്തിലുള്ള സുഖലോത്ഭത കൊണ്ടാണ് ഈ നരകത്തിന്റെ മുകൾ ഭാഗം അല്ലാഹ് മൂടിയിട്ടുള്ളത്. ഇത് കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്ന് പറയുന്നു: അല്ലാഹ്, ഈ നരകമാണ് നിന്റെ അടിമകൾക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു റബ്ബേ, ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇതാണ് നരകം. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുക എന്നതാണ് സത്യവിശ്വാസികളായ നമ്മുടെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതാണ് നമ്മുടെ വിജയം. 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി കൊണ്ട് തന്നെ പറയുകയാണ്: എന്ത്? ഫമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് തന്റെ തടിയെ നരകത്തിൽ രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നുവോ ഫഖദ് ഫാസ്, അവനാകുന്നു വിജയിച്ചവൻ. അപ്പൊ ഏറ്റവും വലിയ വിജയി ആരാ? സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മുജാഹിദീങ്ങളെ, നമ്മൾ ചിന്തിക്കുക, ഏറ്റവും വലിയ വിജയി ആരാണ്? അത് ഈ ദുനിയാവിൽ വലിയ ഒരു വീടും ഏക്കറക്കണക്കിന് ഭൂമിയും അതുപോലെ തന്നെ ഉന്നതമായ വലിയ പട്ടണത്തിൽ വലിയ ഷോപ്പിംഗ് മാളുകളും അതുപോലെ തന്നെ ദിവസമായ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ആർഭാടതുല്യമായ വസ്ത്രാലങ്കാരങ്ങളുമുള്ള ഒരു മനുഷ്യനാണോ വിജയിച്ചവൻ? ഭാഗ്യവാൻ ആണോ? ആണോ? അല്ല. എന്നാൽ നമ്മളെ നാട്ടിലെ
നമ്മളെ നാട്ടിലെ നമ്മളെ പോലത്തെ പോയത്തക്കാര് പറയലെന്താരും എന്താ പറയല്, ഓനൊക്കെ കഴിച്ചിലായോന, ഓനൊക്കെ വലിയ ഭാഗ്യവാനാണ്. കാരണം എന്താ, ഓനക്കും എന്റെ കുട്ടിയാക്കും പേരമക്കൾക്കും എടുത്താ തീരാത്ത സ്വത്തുണ്ട്, സുഖങ്ങളുണ്ട്. ഏയ് ബുദ്ധിയുള്ളവനാണ്, അവൻ തലച്ചോറുള്ളവനാണ്, അവൻ നേരത്തെ തന്നെ കാഴ്ചപ്പാടുള്ളവനാണ്, ഇതൊക്കെ പറയും അല്ലേ. 5 നേരം പള്ളിയിൽ വന്ന് പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഉള്ള ഭക്ഷണവും വസ്ത്രവും പാർപ്പിടമായിട്ട് അങ്ങനെ കടമോ പലിശയോ മറ്റു ബാധ്യതകളോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരുത്തനെ കണ്ടാ പറയുന്ന പോയത്തക്കാരന്, ആഹ്റ തൊഴിലാളി. അവൻ വാങ്ങിക്കൊടുത്ത പള്ളിയേക്ക് പോലെ അവന്റെ പണി, ക്ലാസ്സും വേദനും പോലെ പണി. നിത്ത പോലൊക്കെ കഥ. ഓന്റെ മോനെ കൊണ്ട് അറബി കോളേജ് ചേർത്തിക്കണ്. ആ ചെങ്ങാന്റെ മോനെ പള്ളിയിൽ പണിക്കേൽപ്പിച്ചിട്ട് നിത്ത പോലൊക്കെ കിട്ടുക. ഇങ്ങനെ ദുനിയാവിന്റെ നൈമിഷിക സുഖങ്ങളെ, സുഖാഡംബരങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുറന്തോടിൽ സന്നിവേശിച്ചിട്ടുണ്ട്. പുറന്തോടാണ്, ഒരു പുറന്തോടാണ്. ഇതിന്റെ 20 ഐറ്റം മണ്ണുകൾ താഴേക്ക് താണ്ടിയാൽ ഇതിനുള്ളിൽ ലാവയാണ്, വേറെ ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ അല്ലേ, ഒരു ഒലക്കിയില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇത് നശിച്ചു പോകുന്നതുമാണ്. പക്ഷെ ഇതിന്റെ മുകളിലാണ് അടയിട്ട് ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ ഓടുന്നത്, കിതക്കുന്നത് അല്ലേ. മനുഷ്യന്റെ ബാല്യം, അവന്റെ യൗവനം, അവന്റെ വാർദ്ധക്യം, ഇതാണ് 3 സ്റ്റേജ്. ഈ 3 സ്റ്റേജും സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യന്മാരെ കളയുന്നത് ഇവിടെ ദുനിയാവിന് വേണ്ടി അല്ലേ. എന്താ പറയണത്? കവിതകൾ പഠിപ്പിക്കുകയാണ്. എന്താ കവിമാര് പറയണത്? ജീവിതത്തിന്റെ പകുതിയുടെ പകുതി എങ്ങോട്ടാണെന്ന് അറിയില്ല. നമ്മളെ കുട്ടിക്കാരെന്ന് ആലോചിച്ച് നോക്കി അല്ലേ. 5 വയസ്സ് മുതൽ ഏകദേശം ഒരു 21 വയസ്സ് വരെ അല്ലെങ്കിൽ 22 വയസ്സ് വരെയൊക്കെ പഠിക്കണ കാലഘട്ടമാണ്. അങ്ങനെ ഡിഗ്രി ആയി, പിന്നീട് സ്പെഷ്യലൈസ്ഡ് ആയി, പിന്നീട് അങ്ങനെ ആ ജോലിക്ക് വേണ്ടിയുള്ള പഠന കാലഘട്ടങ്ങളാണ്. അപ്പൊ വാപ്പാർ അയച്ചിരുന്ന പൈസ, ഏട്ടന്മാർ അയച്ചിരുന്ന പൈസ, അതുകൊണ്ട് നല്ല ഡ്രസ്സും നല്ല മൊബൈൽ ഫോണും നല്ല വാഹനങ്ങളൊക്കെ വാങ്ങി കിട്ടുന്നൊക്കെ പറഞ്ഞങ്ങനെ പൊട്ടിച്ച് അങ്ങനെ ജീവിക്കുന്ന കാലം. ഓനെ പ്രാരാബ്ദം നോക്കണ്ട, വരിയിൽ കഞ്ഞുടിക്കണ്ടോ, വരീത്തെ ബുദ്ധിമുട്ട് അതൊന്നും നോക്കണ്ട. എന്താ ബാപ്പ പറഞ്ഞിങ്ങനെ, കാക്ക പറഞ്ഞിങ്ങനെ, അതൊന്നും നോക്കണ്ട. ഇത് പഠിച്ച് നല്ലൊരു ഡോക്ടറായി, എഞ്ചിനീയർ ആയി, AS ആയി, IPS ആയി പറഞ്ഞു നോക്കണ്ട. അവന് പഠിക്കണ കാലഘട്ടമാണ് ഒരു 10-23 കൊല്ലം. പിന്നെ കവി പറയാണെന്ത്, ജീവിതത്തിന്റെ പകുതിയുടെ പകുതി എങ്ങോട്ടാണെന്ന് അറിയില്ല. അങ്ങനെ തെക്ക് വടക്ക് ഓടുന്ന സമയമാണ്. പിന്നെയോ പിന്നെ ജീവിതത്തിന്റെ 25 മുതൽ ഏകദേശം ഒരു 60 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 65 വയസ്സ് വരെയുള്ള ആ ഒരു കുറഞ്ഞ കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടം പിന്നെ എന്താണ് പണി കാര്യമായിട്ട്? ദുനിയാവിൽ കുറെ ആഗ്രഹങ്ങൾ, അതിമോഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ അല്ലേ. വീടുണ്ടാക്കണം, കച്ചവടം ഉണ്ടാക്കണം, മോളെ കെട്ടിക്കണം, പെരണ്ടാക്കണം, വണ്ടി വാങ്ങണം, അങ്ങനെ 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 ദുനിയാവിൽ ഒരുപാട് പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഓട്ടാണ് ഒരു 65 വയസ്സ് വരെ. പിന്നെയോ കവി പറയാണ്, പിന്നെയുള്ള വാർദ്ധക്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കുറെ രോഗങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, മരുന്നുകൾ, കുറച്ച് പേരക്കുട്ടികളും വേറെന്തല്ലേ അല്ലെ. ഇങ്ങനെ ഈ ജീവിതത്തിന്റെ ഈ 3 ഘട്ടങ്ങളെയും ദുനിയാവിന്റെ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ വിഡ്ഢി ആരാണ് സഹോദരങ്ങളെ ഉള്ളത്? അവൻ ഏറ്റവും വലിയ നഷ്ടകാരിയാണ്. ആര് ത്വാഹിയായി, ആരെ ത്വാന്ന് പറഞ്ഞ, ത്വാന്ന് പറഞ്ഞ നീന്തലാണ്. എന്താ നീന്തല്? അമ്മാമൻ തക, ആര് ദുനിയാവിന് വേണ്ടി നീന്തുന്നുവോ, ദുനിയാവിലേക്ക് ഇങ്ങനെ ഒഴുകുന്നുവോ,
അങ്ങനെ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആര് നീന്തുന്നുവോ അവന് ദുനിയാവേ ഉണ്ടാവുള്ളൂ. അവൻ ആഖിറത്തിൽ വരുമ്പോൾ കത്തിജ്വലിക്കുന്ന കഠിന കഠോരമായ നരകമാണുള്ളത്. എന്നാൽ ലക്ഷ്യബോധത്തോടു കൂടി നീങ്ങുന്നവനോ, ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥമാണ് ونهى النفس عن الهوى فإن الجنة هي المأوى وأما من خاف مقام ربه അള്ളാഹുവിന്റെ മഖാമിൽ പോയി നിൽക്കണമെന്ന ബോധ്യമുള്ളവൻ. ഞാൻ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഖബർ ഹിസാബുണ്ട്. ആ ഖബറിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ആളായാൽ മഹ്ശറ എന്ന ഒരു സങ്കേതം എനിക്കുണ്ട്. അവിടെ അള്ളാഹുവിന്റെ ദർബാറിൽ ഞാൻ ഹിസാബ് പോകണം. എന്റെ അമലുകൾ തൂക്കുന്ന തുലാസവണയുണ്ട്. അവിടെ വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും ഗന്ധം കൊടുക്കുന്നുണ്ട്. സിറാത്ത് പാലം അവിടെ കടക്കാനുണ്ട്, അല്ലെ? സ്വർഗണ്ട്, നരകണ്ട്. ഇങ്ങനെ അള്ളാഹിന്റെ മഖാമിനെയും അള്ള ഒരുക്കി വെച്ച സങ്കേതങ്ങളെയും കൃത്യമായി ബോധ്യപ്പെട്ടുകൊണ്ട് ആര് ഹവയെ പിടിച്ചു വെക്കുന്നുവോ, അനിൽ ഹവ, ഈ ദുനിയാവിലേക്കുള്ള അത്യാഗ്രഹത്തെ, അതിമോഹത്തെ, അഭിലാഷങ്ങളെ, അലച്ചകളെ ആര് തന്റെ ഈമാന് കൊണ്ട്, തർബീയത്ത് കൊണ്ട്, തസ്ബീഹത്ത് കൊണ്ട്, അവൻ പഠിച്ച വിശ്വാസ കർമാചാരങ്ങളാകുന്ന പ്രമാണങ്ങളിലൂടെയുള്ള അഖീദ കൊണ്ട് ആര് അതിനെ ശരിക്കും നിയന്ത്രിക്കുന്നു, അവർക്കുള്ളതാകുന്നു ഉന്നതമായ സ്വർഗീയാരാമം. അല്ലാഹു ആ സ്വർഗീയാരാമത്തിൽ കുടുംബസമേതം പ്രവേശിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ നമുക്ക് ആ സ്വർഗം നേടാനുള്ള, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓഫറുകളുടെ മാസമാണ്, പുണ്യങ്ങളുടെ പൂക്കാലമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, പ്രിയമുള്ളവരെ, ഈ ഹദീസ് ഒന്ന് കേട്ടോളൂ. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ, പരിശുദ്ധമായ റമളാനിന്റെ ഒന്നാമത്തെ രാവ് തന്നെ സമാഗതമാകുമ്പോ, മാസം കണ്ടു, പെൽച്ചക്ക് നീക്കുന്നത് മുതല് ആ റമളാനിന്റെ മാസം കണ്ടു, അവിടുത്തെ മഗ്‌രിബ് നമസ്കാരം മുതല് പിന്നെയുള്ള ഇശാ, അന്നത്തെ തറാവീഹ്, പിന്നെയുള്ള പെൽച്ച, അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ആ റമളാനിന്റെ ഒന്നാമത്തെ രാവ് ആരംഭിക്കുന്ന സന്ദർഭത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുഫിദത്തിശ് ശയാത്തീൻ വമറദത്തിൽ ജാൻ. മനുഷ്യനെ നാനാഭാഗത്തിലൂടെയും ദുർബോധനങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ, വസ്വാസിലൂടെയും അല്ലാതെയും ഒക്കെ പഴപ്പിക്കുന്ന, അവന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന, അവന്റെ സിറാത്തിൽ മുസ്തഖീം മുടക്കുന്ന എല്ലാ ധിക്കാരികളായ ശൈത്താന്മാരെയും അല്ലാഹു റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ ചങ്ങലകളിൽ ബന്ധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ചങ്ങലയിൽ ബന്ധിക്കും. അപ്പൊ കാര്യമായിട്ട് നമ്മളൊക്കെ പയച്ചു പോകാനുള്ള ഒരു കാരണം, മുഖ്യ കാരണം പിശാചാണ്, അല്ലെ? പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കണക്കാക്കണം, അല്ലെ? അവനും അവന്റെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിം അവന്റെ സങ്കേതങ്ങളും അവന്റെ മുഴുവൻ ബറ്റാലിയൻസും നിങ്ങളെ ക്ഷണിക്കുന്നത് അസ്ഹാബുസ് സഗീറാകാനാണ്, വേദനയേറിയുന്ന ശിക്ഷ കിട്ടാൻ വേണ്ടി, നരകത്തിൽ അംഗമാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവൻ നിങ്ങളുടെ സിറാത്തുൽ മുസ്തഖീമിൽ കുത്തിയിരിപ്പ് നടത്തും, സമരം നടത്തുമെന്ന് അള്ളയോട് അവൻ വാഗ്ദാനം പറഞ്ഞതാ, അവൻ വാക്കിനെ വാദിച്ചതാണ്, അല്ലെ? അതുകൊണ്ട് അവന്റെ തന്ത്രങ്ങളെ, അവന്റെ ദുർബോധനങ്ങളെ ശരിക്കും മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ നമ്മള് ഈ ശഅബാൻ വരെയുള്ള 11 മാസം സത്യത്തിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഉണ്ടോ? ഇല്ല? ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ദേഹേച്ഛയോ ഇരുമ്പും കാന്തുമായിരിക്കണം. ഷെയ്ത്താൻ എന്ന കാന്തത്തിലേക്ക്
നമ്മുടെ ഇരുമ്പാകുന്ന നഫ്സ് എന്ത് ചെയ്യും? അടുക്കും. ഇരുമ്പും കാന്തം പോലെയാണ് നഫ്സും ശൈത്താനും. എന്താ കാരണം? ഖുർആൻ പറഞ്ഞു നഫ്സിനെ സംവിധാനിച്ച രീതിയെ തന്നെയാണ് സത്യം. അള്ളാഹ് പറയാ നഫ്സിനെ അള്ളാഹു തആല സംവിധാനിച്ചു. ഹൃദയത്തിനകത്ത് അള്ളാഹു തആല വെച്ച നഫ്സില്ലേ, ആ നഫ്സിനെ അള്ളാഹു തആല സംവിധാനിച്ച രീതിയെ തന്നെയാണ് സത്യം. എന്താണ് ആ നഫ്സിന്റെ സംവിധാനങ്ങൾ? അതിൽ അള്ളാഹു തആല ഫുജൂറും തഖ്വയും കലർത്തിയിട്ടുണ്ട്. അപ്പൊ ഹൃദയം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നൂലിൽ കെട്ടിയിട്ട പക്ഷിത്തൂവൽ പോലെയാണ്. ഒരു നൂലിൽ ഒരു പക്ഷിത്തൂവൽ കെട്ടിയിട്ട സ്ഥിതി എന്താ? കാറ്റിന്റെ ഗതിക്കനുസരിച്ച് അതെങ്ങനെ ആടും. ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറയാണ്, ഘടികാരത്തിന്റെ പെൻഡുലം പോലെയാണ്. ഘടികാരത്തിന്റെ പെൻഡുലം എങ്ങനെ? ഇങ്ങോട്ടും ആടും ആടും ആടും, അല്ലേ? അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ നമ്മളെ കൽബ് നഫ്സ് ചെയ്യും? നന്മയിലേക്ക് ആടും. അങ്ങാടിക്ക് പോകുമ്പോ തിന്മയിലേക്ക് ആടും. ഖുർആന് മുമ്പിൽ ഇരിക്കുമ്പോ നന്മയിലേക്ക് ആടും. മൊബൈൽ ഫോൺ കൈ കെട്ടിയ തിന്മയിലേക്ക് ആടും. പള്ളിക്ക് വരുമ്പോ നന്മയിലേക്ക് ആടും. കല്യാണ പരി പോയ തിന്മയിലേക്ക് ആടും. ഇങ്ങനെ ഘടികാരത്തിന്റെ പെൻഡുലം പോലെ ഇങ്ങനെ ആടും. ഇതിനെ പിടിച്ചു കെട്ടാൻ 11 മാസം നമ്മൾ പ്രയാസപ്പെട്ടു, അല്ലെ? കാരണം എന്താ? ശൈത്താനും ദേഹേച്ഛയും കൂടിക്കലർന്ന് നമ്മള് അവയവങ്ങൾ തെറ്റുകളിലേക്ക് പോയി. എന്നാ റമദാൻ സമാഗതമാകുമ്പോ ആ ബേജാറ് വേണ്ട. ധിക്കാരികളായ ജിന്നവർഗത്തിൽപ്പെട്ട ശൈത്താന്മാരെ മുഴുവനും ചങ്ങലയിൽ ബന്ധിക്കുന്ന മാസമാണ്. ധിക്കാരികളായ പിശാചുക്കളെ അല്ലാഹു തആല ചങ്ങലകളിൽ ബന്ധിക്കും. എന്നാൽ അത് മാത്രമാണ് റമദാനിലുള്ള അള്ളാഹുവിന്റെ ഓഫറല്ല. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും ആ മാസത്തിൽ അല്ലാഹു അടക്കുന്നതാണ്. നരക കവാടങ്ങൾ മുഴുവൻ അടച്ചു കളയും, അല്ലേ? നരകത്തിലേക്ക് കാൽ വഴി പോകുക എന്നുള്ളത് അപകടമാണ്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ ആ ബേജാറ് വേണം. എന്താ? വാതിൽ അടച്ചിട്ടുണ്ട്. ഈ മാസത്തിൽ വരാൻ പോകുന്ന റമദാനിൽ ആ മാസത്തിൽ ആ വാതിലുകളൊന്നും തുറക്കില്ല. എന്നാൽ അത് മാത്രമാണോ അല്ല, വീണ്ടും അള്ളാഹുവിന്റെ ഓഫർ, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും ആ മാസം അള്ളാഹു തുറന്നിടുന്നതാണ്. ചോദ്യങ്ങള്, നരക കവാടം കൊട്ടിയടക്കുക, ശൈത്താന്മാരെ ചെങ്ങലയിൽ ബന്ധിക്കുക, സ്വർഗത്തിന്റെ വാതില് തുറന്നില്ല. എത്ര വാതിലുണ്ട് സ്വർഗത്തിന്? എത്രണ്ട്? ഇന്നഫിൽ ജന്നത്തി 8 അബ്വാബ്, 8 വാതിലുകളുണ്ട് സ്വർഗത്തിന്, അല്ലെ? 8 വാതിലുണ്ട്. അതിലൊരു വാതിലിന്റെ പേരെന്താ? ഒരു വാതിലിന്റെ പേരെന്താ? ബാബു റയ്യാൻ. എന്താ ബാബു റയ്യാൻ? എന്നാ നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് വേണ്ടി അല്ലാഹു തആല പ്രത്യേകം വെൽക്കം ചെയ്യുന്നതാണ്. നോമ്പുകാർക്ക് കടന്നു പോകാനുള്ള കവാടമാണ് ബാബു റയ്യാൻ. അല്ലാഹു തആല നമുക്കൊക്കെ അതിനോട് കടന്നു പോകാൻ തൗഫീഖ് നൽകട്ടെ. രോഗികളായ ഒട്ടേറെ ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട്. നോമ്പ് നോൽക്കാൻ കഴിയാതെ റമദാൻ തിരുന്നതും ഓർത്ത് കരയുന്നവരുണ്ട്. ഗുളികയിലാണ് അവർ നോമ്പ് നോൽക്കാൻ പറ്റാത്തവരാണ്, നിത്യരോഗികളാണ്. അല്ലാഹു റമദാനിന്റെ പൂർണ്ണ പ്രതിഫലം അവർക്ക് നൽകുമാറാകട്ടെ. അവരെ ഫിദിയകളൊക്കെ അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. പ്രസവിച്ച് കിടക്കുന്ന ഉമ്മാരുണ്ട്, മലപിടിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെ? ആർത്തവകാരികളായവർക്ക് 5-6 ദിവസം 7 ദിവസം അങ്ങനെ പോകും. എല്ലാ മുഅ്മിനാത്തുകൾക്കും ഈ റമദാനിൽ അല്ലാഹു തആല നൽകുന്ന സൗഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ എന്തൊക്കെയായി? ശൈത്താന്മാരെ ചങ്ങലയിൽ ബന്ധിക്കും, നരക കവാടം കൊട്ടിയടക്കപ്പെടും, സ്വർഗ കവാടങ്ങൾ മലക്കെ തുറന്നിടും. അപ്പൊ 3 ഓഫറായി. ഇനി 4ാമത്തെ ഓഫർ എന്താണ്? ഈ പദ്ധതി എല്ലാം കഴിഞ്ഞ ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആകാശത്തിന്റെ ലോകത്ത് നിന്ന് വിളിച്ചു പറയാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നോട്ട് വന്നോളൂ. യാ ബാഗിയ ശർർ, ഹൃദയത്തിൽ അങ്ങേറ്റം തിന്മകൾ കുടികൊള്ളുന്നവനെ അഖ്സിർ, നീ അതിനെ പിടിച്ചു വെച്ചോളൂ. അപ്പോ നന്മയിൽ മുന്നേറിക്കോ, തിന്മകൾ പരമാവധി എന്ത് ചെയ്തോ? പരമാവധി അല്ല, പൂർണ്ണമായിട്ടാണ് ഒഴിവാക്കിക്കളാ. ഇതാണ് ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ ഒരു മലക്ക് വിളിച്ചു പറയുന്നത്. അപ്പൊ 3 ഓഫറും അതോടൊപ്പം തന്നെ ഒരു നസീഹത്തും. ഇതിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ, ഈ ഹദീസിലില്ല, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന മറ്റൊരു റിപ്പോർട്ടിൽ ഇത്ര കൂടെ ഉണ്ട്. അതെന്താണ്? വലില്ലാഹി വതഖാഉം മിനൻ നാരി വദാലിക കുല്ലു ലൈല. എന്താണ്? വലില്ലാഹി വതഖാഉം മിനൻ നാർ. റമദാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹു തആല നരകത്തിൽ നിന്ന് ആളുകളെ സ്വർഗത്തിലേക്ക് മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും.
30 ദിവസം ഓഫറാണ് അല്ലേ. കഴിഞ്ഞ 2-ാം തീയതിയോടുകൂടി യാറയിൽ ഓഫർ കഴിഞ്ഞു. പെണ്ണുങ്ങളൊക്കെ പറയുമ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും, യാറയിൽ ഓഫർ കഴിഞ്ഞു, തികപ്പടി അതേപോലെ തന്നെ തിരങ്ങാടി വേറെയൊക്കെ ഉള്ളവർക്കൊക്കെ കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ നമ്മളെ സ്ത്രീകൾ കുടുംബസമേതം അവിടെ തിങ്ങ് അല്ലെ. സാധാരണ ചെറിയ സാധനം വാങ്ങാൻ അവനക്കാണ് കയറാൻ കഴിയാണെന്താ ഈ ഓഫറുകൾ വാരിക്കൂട്ടാണ്. 3 തട്ടിലും സ്ത്രീകൾ കുടുംബങ്ങൾ നിറഞ്ഞിക്കുക. എന്നാലും നോക്കി 2-ാം തീയതി ശേഷം ഒന്ന് പോയി നോക്കി, വലിയ തിരക്കില്ല. അപ്പൊ ഓഫർ കിട്ടുന്നോട്ട് കൗന്നിറക്കുകയാണ് നമ്മളെ കൗന്ന്. എന്നാ അള്ളാഹു തആല ആഖിറത്തിന്റെ വിജയത്തിലേക്ക് വേണ്ടി, സ്വർഗത്തിലേക്ക് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി അള്ളാഹു തആല നൽകുന്ന ഓഫറാണ് റമദാൻ മാസം. അപ്പോ പുണ്യങ്ങളുടെ പൂക്കാലമായ, കർമാനുഷ്ഠാനങ്ങളുടെ വസന്തകാലമായ, ഏതൊരു മനുഷ്യനും തന്റെ ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന, നന്മയിൽ മുന്നേറാൻ കഴിയുന്ന ആ ഉന്നതമായ പരിശുദ്ധമായ റമദാൻ, അതിനെ കാത്തിരിക്കണം. ആ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകാൻ പോവുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട്, നാടുകളിൽ നടക്കുന്നുണ്ട്, മഹല്ലുകളിൽ നടക്കുന്നുണ്ട്. ശരിയാണ്, പള്ളിയൊക്കെ പല പള്ളികളും പെയിന്റ് അടിക്കാൻ തുടങ്ങി. പല വീടുകളും ഇന്ന് നാളെയും മറ്റന്നാളെയും ഒക്കെ ആയിട്ട് നനച്ചുകൂടിയാണ്, ജഗപൊക പരിപാടികളാണ് അല്ലെ. നന്നായി വരുതി കഴുകി മാറാലൊക്കെ തട്ടി ചളിയൊക്കെ ഒഴിവാക്കി തട്ടുമുറൊക്കെ നന്നാക്കി പഴയ പാത്രങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി കൂറക്കാട്ടൊക്കെ കളഞ്ഞ് മല്ലിക്കാട്ടൊക്കെ കളഞ്ഞ് അതൊക്കെ മുണ്ടും നന്നാക്കി വെച്ച് അങ്ങനെ മല്ലി, മുളക്, മഞ്ഞള്, അതേപോലെ തന്നെ പച്ചരി, ഇതൊക്കെ വേണ്ട രൂപത്തിൽ അതിന്റെ സമയങ്ങളിലേക്ക് വേണ്ടി എല്ലാം വെയിലത്തിട്ട് ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചതെല്ലാം ബക്കറ്റിലും ഭരണിയിലുമാക്കി റമദാനിന് മുന്നോടിയായി നമ്മൾ ഒരുങ്ങുമ്പോ കളിയാക്കുന്നില്ല, നല്ല കാര്യമാണ്, ചെയ്തോട്ടെ, അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. പക്ഷേ റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണ പദാർത്ഥം ഇറങ്ങിയ മാസമല്ല. അത് മനസ്സിലാക്കാൻ നമ്മൾ റമദാൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥം ഇറങ്ങിയ മാസമല്ല, മറിച്ച് റമദാൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബഖറ അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 185, 183 ഇതൊക്കെ ആ ഭാഗമാണ്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് അല്ലാഹു തആല സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കാൻ, ധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും കൃത്യമായി പഠിപ്പിക്കാൻ, നേറും നെറികേടും ശരിയും തെറ്റും പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് അല്ലെ. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് വരാൻ പോകുന്ന റമദാൻ. അപ്പോ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് പരമാവധി അള്ളാഹുവിന്റെ ഖുർആനുമായി ഹൃദയബന്ധം സ്ഥാപിക്കേണ്ട മാസമാണ് റമദാൻ അല്ലെ. അതിനുവേണ്ടി ഒരുങ്ങണം. അതിനുവേണ്ടി ഒരുങ്ങണമെങ്കിൽ, ഹൃദയത്തിൽ ഖുർആൻ നിൽക്കണമെങ്കിൽ, ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഹൃദയം ചരിക്കണമെങ്കിൽ, നമ്മുടെ അവയവങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എന്തു വേണം? ഹൃദയത്തിലുള്ള കറകള്, ഹൃദയത്തിലുള്ള മാറാളുകള്, ഹൃദയത്തിലുള്ള ഒരുപാട് പൊടികള് അതൊന്നും തുറച്ചു നീക്കണം. നനച്ചുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരീത്തെ സാധനങ്ങൾ മാത്രം പോരാ, അതൊക്കെ നനച്ചു വിളിച്ചോളി. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള പൊടിപടലങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശുദ്ധിയാക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഹൃദയമാണ് എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാന കേന്ദ്രം. ആണോ അല്ലേ? ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എവിടെയാണ് തഖ്വ? മുസ്ലിം എങ്ങോട്ടാ വരൽ ചൂണ്ടിയത്? ആ തഖ്വ ഇവിടെയാണ്. അപ്പൊ ഇത് തഖ്വല്ല അല്ലെ. ബിരിയാണിന്റെ മേലെ പാന്റ് കുപ്പായ തൊഴിലിക്കൽ തഖ്വല്ല അല്ലെ. കൈ നെഞ്ഞത്ത് കെട്ടൽ തഖ്വല്ല, മാറി മറച്ചിറക്കൽ തഖ്വല്ല അല്ലെ. അതൊക്കെ തഖ്വയാണ്. പക്ഷെ നമ്മൾ ആൾക്കാരെ വിചാരിച്ച തഖ്വ ഹൃദയത്തിൽ മാത്രം മതി, കോലത്തിലും രീതിയിലും വേണ്ടാതാ. അതിനൊരു ഹദീസുണ്ട്. ആ ഹദീസിനെ മനസ്സിലാക്കി കൊടുത്ത് തെറ്റും പറ്റിയിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു നിങ്ങളുടെ തടിമക്കോ നിങ്ങളുടെ കോലത്തുമക്കോ അല്ല നോക്കുന്നത്, മറിച്ച് യൻദുറു ഇലാ ഖുലൂബിക്കും, ഹൃദയത്തിക്കാ നോക്കുന്നത്. ചില ആൾക്കാർ അവിടെ മാത്രമേ ഹദീസ് കേട്ടിട്ടുള്ളൂ. അതിന്റെ അപ്പുറം ഒരു വചനം കൂടി ഉണ്ട്. നിങ്ങൾ അതേതാ? യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, ഖുലൂബിക്കും വഅഅമാലിക്കും, അമലിലേക്ക് നോക്കുന്നില്ല. അപ്പൊ ഖുലൂബിൽ തഖ്വ ഉണ്ടെങ്കിൽ അമലിൽ കാണുള്ളൂ. അപ്പൊ ഖുലൂബിൽ തഖ്വ ഉണ്ട് എന്ന് പറയുന്ന ഒരാള് അമലിൽ കാണില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവന്റെ ഹൃദയത്തിൽ തഖ്വ ഇല്ലാതാണ്. നെരിയാനക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം അത് നരകത്തിലേക്കുള്ളതാണ് എന്നും അല്ലേ പറഞ്ഞല്ലേ. നെരിയാനക്ക് താഴെ വസ്ത്രം ഇറക്കുന്നവൻ അഹങ്കാരിയാണ്. അവൻ അല്ലാഹു തആല ഖിയാമത്തിൽ നോക്കുകയില്ല. നെരിയാനക്ക് താഴെ അഹന്തയോടുകൂടി വസ്ത്രം ഇറക്കിയവനെ
മാ അസ്മൽ കഅബൈനി ഫഫിന്നാർ, നെരിയാണിക്ക് താഴെ ഇറങ്ങുന്ന വസ്ത്രം നരകത്തിലേക്കുള്ളതാണ്. അപ്പൊ 1 ഇഞ്ച് നെരിയാണിന്റെ താഴത്തേക്ക് പോയ നരക, 1 ഇഞ്ച് കയറിയ സ്വർഗ. അപ്പൊ നമ്മള് ഹൃദയത്തിൽ കിബിറിൽ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞാൽ 1 ഇഞ്ച് 2 ഇഞ്ച് മേല പങ്ങളി അതേ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞാൽ 1 ഇഞ്ച് 2 ഇഞ്ച് വരെ തന്നെയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് അസർ നമസ്കരിക്കാനാണെന്നാണ് എന്റെ ഓർമ്മ. സഹാബികൾ പള്ളിയിൽ കയറി, ഒരു സംഭവം നല്ല ഭാഗത്ത് യുദ്ധം കഴിഞ്ഞ് വരികയാണ്. പള്ളിയിൽ കയറി ഒന്നുമെടുത്ത കൂട്ടത്തിൽ ഒരു സഹാബിയുടെ നെരിയാണിയുടെ തൊട്ടു താഴെ 50 പൈസന്റെ വട്ടത്തിൽ നനഞ്ഞിട്ടില്ല, നനയാതെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണങ്കാലുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതെന്താ? ഈ കണങ്കാലുകൾക്ക് നരകത്തൊട്ട് നാശം. നരകത്തിൽ തൊട്ട് അള്ളാന്റെ മാർഗത്തിൽ പോരാടി വന്നതല്ലേ, ഒന്നും എടുത്തപ്പോ കുറച്ച് ഭാഗം ചെറിയ ഭാഗം നനയാതെ പോയതല്ലേ, ഇന്നത്തെ ദിവസമല്ലേ, സാരല്ല പോട്ടെ. നമ്മളാണ് അമീറെങ്കിൽ അങ്ങനെ പറയാം, നമ്മളെ മനസ്സിൽ അങ്ങനെ പറയാം. അല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടണമെങ്കിൽ അത് അള്ളാഹു തൃപ്തിപ്പെട്ടു തന്നെയാണ്. നമുക്ക് തോന്നിയ പോലെ നമ്മുടെ ദേഹത്തനുസരിച്ചു ഒരു സൂക്കേസ് ഇസ്ലാമായിട്ട് കൊണ്ടുവന്നാലോ സ്വർഗത്തിൽ കണ്ടു പോകാൻ പറ്റില്ല. സ്വർഗത്ത് പോകാൻ പറ്റില്ല. ഞാൻ കൊണ്ടുവന്നതിനോട് നിങ്ങളുടെ ദേഹേച്ഛ പൂർണ്ണമായി തീർന്നത് വരെ നിങ്ങളിൽ ഒരാളും സ്വർഗത്തിൽ പോവുകയില്ലെന്ന് സയ്യിദുനാ ഹബീബുനാ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൽ അള്ളിപ്പിടിച്ച ഒരുപാട് രോഗമുണ്ട് നമുക്ക്. ആ രോഗം ഇൻഷാ അല്ലാഹ് ഒന്ന് കഴുകി വൃത്തിയാക്കാം. അതൊരു നനച്ചുകൂടി നടത്തണം. എങ്കിൽ റമദാനിൽ നമ്മൾ ചെയ്യുന്ന തറാവീഹും അതുപോലെ തന്നെ നമ്മുടെ വിത്തറുകളും നമ്മുടെ സ്വഹക്കയും നമ്മുടെ ഖുർആനുകളും സക്കാത്തുകളും അതുപോലെ തന്നെ നമ്മുടെ തസ്ബീഹ് ക്ലാസുകളും നമ്മുടെ എല്ലാ നല്ല നല്ല സംരംഭങ്ങളും നമ്മുടെ നോമ്പ് തുറകളും ഒക്കെ അല്ല സ്വീകരിക്കണ്ടേ? വേണം. എങ്കിൽ അതിന് ആദ്യം കഴുകി നനച്ചു വെച്ച് വൃത്തിയാക്കേണ്ടത് ഹൃദയമാണ്. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. സഹോദരന്മാരെ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും രക്ഷപ്പെട്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഹൃദയത്തെ ബാധിക്കുന്ന രോഗം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭൗതികമായ രോഗങ്ങളല്ല, സ്ട്രോക്കും അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളല്ല ഇപ്പോഴത്. അതിനൊക്കെ നമുക്ക് മരുന്നുണ്ട്, ഓപ്പറേഷൻ ഉണ്ട്, ചികിത്സകളുണ്ട്. ആത്മീയമായ ഹൃദയത്തെ ബാധിക്കുന്ന രോഗം അസൂയ, കിബിർ, അല്ലേ? അതുപോലെ തന്നെ റിയാദ്, ശിർക്ക്, അങ്ങനെ തുടങ്ങി ഖളബ്, അങ്ങനെ തുടങ്ങി ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് അതിമോഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ഇങ്ങനെ ഹൃദയത്തെ ബാധിക്കുന്ന ഈ രോഗങ്ങൾ ഹൃദയത്തിൽ വെച്ചാൽ സ്വർഗപ്രവേശനം നമുക്ക് തടസ്സമാകും. ഹൃദയം വിശാലമാകുമ്പോൾ സ്വർഗത്തിന്റെ വഴി എളുപ്പമാകും. ഹൃദയം കുടിച്ചാകുമ്പോൾ സ്വർഗത്തിന്റെ വഴി കുടിച്ചാകും. അപ്പൊ ഹൃദയം കഴുകി ശുദ്ധിയാക്കുക. അതാണ് ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് മറ്റൊരു പ്രാർത്ഥനയാണ്, അല്ലേ? ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم. ഇത് മറ്റൊരു പ്രാർത്ഥനയാണ്. اللهم طهر قلبي من النفاق وعملي من الرياء ولساني من الكذب وعقلي من الخيانة. ഇത് മറ്റൊരു പ്രാർത്ഥനയാണ്. اللهم حسن خلقه كما حسنت خلقه. ഇത് മറ്റൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ എത്ര പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥനകളിലൂടെയും അതേപോലെ തന്നെ പരലോകത്തെ കുറിച്ചുള്ള കൃത്യമായ ലക്ഷ്യബോധത്തിലൂടെയും ഹൃദയത്തെ നമ്മൾ ശുദ്ധിയാക്കുക. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഹൃദയത്തെ ബാധിക്കുന്ന 5 പല രോഗങ്ങൾക്കും 5 മരുന്നുണ്ട്. ഉലമാക്കൾ പറഞ്ഞ, പണ്ഡിതന്മാർ പറഞ്ഞ ആ 5 മരുന്ന് നമ്മളെ കൂടെ നമ്മൾ കൊണ്ടെടുക്കാം. നമ്മൾ യാത്ര പോകുമ്പോൾ ഷുഗറിന്റെ മരുന്ന്, പ്രഷറിന്റെ മരുന്ന്, അതുപോലെ ബ്ലഡ് കോട്ടാകാതിരിക്കാനുള്ള മരുന്ന്, അൾസറിന്റെ മരുന്ന് ഒക്കെ കൊണ്ടെടുക്കും. ഗ്യാസ് ഇതെല്ലാം ഉണ്ടാവും. എന്നാൽ ഹൃദയത്തെ ബാധിക്കുന്ന നരകം നമുക്ക് സ്വർഗം ശാശ്വതമാകുന്ന നരകം സ്വർഗം നഷ്ടമാകുന്ന നരകം ശാശ്വതമാകുന്ന ഹൃദയത്തെ ബാധിക്കുന്ന ആ രോഗങ്ങൾക്ക് 5 മരുന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പാടിയ ബെയ്ത്തിന്റെ 2ാമത്തെ ഭാഗം. റമദാനെ പറ്റി ഒരു ബെയ്ത്ത് പാടിയല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാടിയത് എന്താണ്? റമദാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ റമദാൻ കഴിഞ്ഞാലും വേണം. അതിനോടൊപ്പം തന്നെ പറഞ്ഞത് എന്താണത്? ദവാഉ ഖൽബിൻ, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് 5 മരുന്ന്. എന്താണ്? തദബ്ബുരിൽ മഅന, ഖുർആൻ ഖത്തം തീർക്കുക, അതൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ തദബ്ബുരിൽ മഅന, നിയമപ്രകാരം ഓതാൻ ശ്രമിക്കുകയും അർത്ഥസഹിതം പഠിക്കുകയും ചെയ്യും. അപ്പോൾ അത് ആശയം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ ഖുർആൻ അർത്ഥസഹിതം പഠിക്കുക. പിന്നെ 2ാമത്തെ എന്താ? വലിൽ ബത്തനിൽ ഖല, വയറ് കാലിയാക്കുക. എന്താ സുന്നമത്ത് കുറിച്ചാണ്? ആണോ? അല്ല, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക. ഇടക്കിടക്ക് വയറ് കാലിയാക്കുക. റമദാനിൽ 30 നോമ്പ് നമ്മൾ എടുക്കും. പക്ഷെ തിങ്കൾ വ്യാഴം അയ്യാമൽ അത് ഇടവിട്ട് നോമ്പുകൾ, അറഫുണ്ട്,
മുഹറം 9-10 എനിക്ക് നോമ്പുണ്ട്, ഇതൊക്കെ എടുക്കുക. അപ്പൊ ഹൃദയത്തെ ബാധിക്കുന്ന രോഗത്തിന് 2 മരുന്ന്: ഒന്ന് ഖുർആൻ അർത്ഥം അനുസരിച്ച് ചോദ്യ, 2 വയറ് കാലിയാക്കുക. പിന്നെയോ തദബ്ബുരിൽ മഅന വലി ബത്തനിൽ ഖലാവ ഖിയാമുൽ ലൈൽ വതളറുഉ ബിസ്സഹർ. ഖിയാമുൽ ലൈൽ അതേതാ അതിന് റമളാനിൽ മാത്രമേ പരിചയമുള്ളൂ. പല ആളുകൾക്കും ഖിയാമുൽ ലൈലിന് പോവുക, 2:30 പോയ അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്, പോയിക്കോട്ടെ. അവസാനത്തെ 10 ഇത്തികാഫിരിക്കണം, ഖിയാമുൽ ലൈൽ ഹയാത്താക്കണം ഒക്കെ പറയും. പക്ഷെ ഇത് റമളാൻ കഴിഞ്ഞാൽ ഇതേ അത്താഴ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. ഇതെവിടെ? ഇത് ജീവിതത്തിൽ വേണം. അപ്പോ വയറ് പിന്നെ ഖുർആൻ അർത്ഥം അനുസരിച്ച് ചോദിക്കുക, വയറ് കാലിയാക്കുക. അതേപോലെ തന്നെ തഹജ്ജുദ് നമസ്കാരം നടത്തുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഇസ്തിഗ്ഫാർ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താ? ഇസ്തിഗ്ഫാറാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ അരികിലേക്ക് ഒരു നാട്ടിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പട്ടിണിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്ത്? നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ. വീണ്ടും വേറെ വിഭാഗം ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കുട്ടികളില്ല ചെയ്യേ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. വേറെ നാട്ടിൽ പറഞ്ഞു, വളരെയധികം ജലക്ഷാമം, വെള്ള സൗകര്യ പ്രശ്നങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ശിഷ്യന്മാർ ചോദിച്ചു, ശേഖെ പല ആവശ്യവുമായിട്ടാണല്ലോ പല ആളുകളും വന്നത്, നിങ്ങൾ എല്ലാവരോടും പറഞ്ഞത് എന്താണ്? ഒരേ മറുപടിയാണ്, കുല്ലുഹും ഇസ്തിഗ്ഫാർ, എല്ലാവരോടും ഇസ്തിഗ്ഫാറാ പറഞ്ഞത്. അതിനെന്താ അദ്ദേഹം പറഞ്ഞ ആയത്തറിയോ? അള്ളാഹു തആല ഖുർആൻ പറഞ്ഞ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച സന്താനങ്ങൾ ഉണ്ടാവും, സമ്പത്തുണ്ടാവും, പുഴയും തോടും അള്ളാഹു തആല നടക്കും, മഴ നല്ലോണം കിട്ടും, എല്ലാ ദാരിദ്ര്യത്തിനും പിന്നീട് കിട്ടും. ഈ ഇസ്തിഗ്ഫാർ നമുക്കില്ല. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അതല്ല ഇസ്തിഗ്ഫാറാണ്. പക്ഷെ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ചെറുതുപോലുമായ പാപങ്ങളെ എടുത്തു പറഞ്ഞ് നമ്മുടെ മാതൃഭാഷയിൽ പച്ച മലയാളത്തിൽ ദ്വാരിക്കന്നെ. അപ്പോ തഹജ്ജുദ് നിസ്കാരം ഇസ്തിഗ്ഫാർ. 5-ാമത്തെ കാര്യം എന്താ? റമളാനിൽ നമുക്ക് ശരിക്കും കിട്ടുന്നതൊക്കെ സ്വാലിഹീങ്ങളുമായിട്ടുള്ള ഹൃദയബന്ധം, പണ്ഡിതന്മാരിൽ നല്ല നല്ല ആൾക്കാരുമായിട്ടുള്ള നല്ല കൂട്ടുകാരുമായുള്ള ബന്ധം. വിശ്വാസം പറഞ്ഞല്ലോ, ചീത്ത കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ പെരുങ്കൊല്ലന്റെ ആലയിൽ പോയി ഇരിക്കുന്ന പോലെ ചീത്ത കൂട്ടുകെട്ട്. നല്ല കൂട്ടുകെട്ടിന് ഉദാഹരണം അത്ര കച്ചവടക്കാരന്റെ കൂടെ ഇരിക്കുന്ന പോലെ. അത്ര കച്ചവടക്കാരന്റെ ദുർഗന്ധം ഉണ്ടാവില്ല, അല്ലേ? നല്ല സംസ്കാരങ്ങളെ, സമ്പന്നമായ മൂല്യങ്ങളെ കുറിച്ച് അള്ളാഹും റസൂലും പറഞ്ഞനുസരിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ ഉദാഹരണം എന്താണ് കവികൾ പറയുന്നത്? അത് സുഗന്ധപൂരിതമായ ഒരു പൂന്തോട്ടത്തിന്റെ മുകളിലൂടെ അടിച്ചു വരുന്ന കാറ്റ് പോലെയാണ്. നല്ലൊരു പൂന്തോട്ടത്തിന്റെ മുകളിലൂടെ വരുന്ന കാറ്റിന് സുഗന്ധം ഉണ്ടാവുള്ളൂ. എന്നാൽ ഇസ്ലാം നൽകിയ ഈ മൂല്യങ്ങളെ മുഴുവൻ തച്ചകത്തുകൊണ്ട് ഈ നൈമിഷികമായ ദുനിയാവിന്റെ സുഖങ്ങളിൽ ഉല്ലസിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് അടിച്ചുപൊളിച്ച് സമയം അങ്ങ് തീർത്തു കഴിഞ്ഞാൽ അവന്റെ ഉദാഹരണം എന്താണ്? ഒരു ചീഞ്ഞടിഞ്ഞ ശവത്തിന്റെ മുകളിലൂടെ വരുന്ന കാറ്റ് പോലെയാണത്. ചീഞ്ഞടിഞ്ഞ ശവത്തിന്റെ മുകളിലൂടെ കാറ്റ് വന്നാൽ നമ്മൾ മൂക്ക് പൊത്തും. നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ എല്ലുവണ്ടി പോയാൽ തന്നെ എത്ര ദൂരാണ്, നമ്മുടെ റൂട്ട് തിരിച്ചു പോലെ അവിടെ ഇടും. അത് പോട്ടെ, അമ്മ ഇട്ട മണാണ്. അപ്പൊ നല്ലതിനുമായി ബന്ധപ്പെടുക. ഈ 5 കാര്യം ഇത് കിട്ടണമെങ്കിൽ സഹോദരങ്ങളെ ഹൃദയം എന്ത് ചെയ്യണം? ശുദ്ധിയാകണം. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം, അല്ലെ? 8 മണിക്ക് നിർത്തണ്ടേ? സമയമില്ലല്ലോ, 5 അധികമുണ്ടോ? എനിക്ക് തുടരാൻ അല്ലെങ്കിൽ നിർത്താം. നിങ്ങൾ പറയണ പോലെ ഏതായാലും എനിക്ക് 4 മിനിറ്റ് 5 മിനിറ്റ് കൂടി സമയമുണ്ട്. അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഒന്നാമതായി നമ്മൾ ഹൃദയത്തിൽ കിബിർ, അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കും. കിബിർ ഒരു തരിമ്പ് ഉണ്ടായാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പറയുകയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹൃദയത്തിൽ അണുത്തൂക്ക കിബിറുള്ള സ്വർഗത്തിൽ പോകത്തില്ല. ഈ ഹൃദയത്തിൽ അണുത്തൂക്ക കിബിറിന് പണ്ഡിതന്മാർ പറഞ്ഞ അളവുണ്ട്. അത് കേട്ടാൽ നമുക്ക് ചിരിയും വരും, ബേജാറും വരും. മിസ്കാൽ ദർറത്ത്. എന്താ മിസ്കാൽ ദർറത്തിന്റെ അളവ് പറയുന്നത്? ചോണൻ ഉറുമ്പിന്റെ കാലിന്റെ കനം. ചോണനുമ്പിൽ എത്ര ചെറുതാ, അതിന്റെ കാലിന്റെ കനം എത്ര? സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചിച്ചോട്ടി. അത് തൂക്കാൻ വല്ല മെഷീൻ ഉണ്ടോ? ഇല്ല. അത്ര ഹൃദയത്തിൽ കിബിറുണ്ടെങ്കിൽ സ്വർഗത്തിലാണ് പോകില്ല. പിന്നെ എന്താണ് നമുക്കൊന്ന് ആലോചിച്ചോട്ടി. അപ്പൊ അതുകൊണ്ട് പക, ഹൃദയത്തിൽ ഉണ്ടാകുന്ന പക മറ്റുള്ളവരെ ചെറുതാക്കി കാണാം. അൽ കിബറു, കിബറു എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖി വഗംതുൻ നാസ്, പറഞ്ഞോളെ ചെറുതാക്കി കാണാം, സത്യത്തല്ല. ഓനാരും പറയാം, ഓൻ ഇന്നലെ കണ്ട് മുജാഹിദായല്ലേ, ഓൻ ചെറിയൊരു കുട്ടി ഇവിടെ മിമ്പർമ കയറിയാണ്ട് ബുഖാരി പറഞ്ഞു ഓടാറുണ്ട്. കണ്ടോ, ഞാൻ ഹൃദയത്തിൽ കിബറു. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, സഹാബത്തിന്റെ അത്ര ഇതാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ നിഷേധിക്കാൻ പോകണ്ട. നമ്മളെ കൊണ്ട് കയ്യിലമാരി ചെയ്താൽ മതി, കയ്യിലമാരി ചെയ്താൽ മതി. ഞാൻ താടി ഇല്ലാത്ത ആൾക്കാർ ആരും വിമർശിക്കല്ലോ. ഒരു ഉദാഹരണം പറയുകയാണ്, താടി പഠിക്കൽ ഹറാമാണെന്ന് അഹ്ലുസുന്നൽ ജമാഅത്തിന്റെ ഇജ്മാഉള്ള കാര്യം. 4 മദ്ഹബുകൾ വ്യക്തമായി ഖുർആന്റെ കൽപ്പന വെച്ചിട്ടാ പറയാം, ഹദീസിന്റെ കൽപ്പന വെച്ചിട്ടാ പറയാം. എന്നാൽ ഒരാൾ താടി പഠിക്കുന്ന ആളാണ്, അയാൾ ഈമാനില്ല മുസ്ലിം അല്ല എന്ന് അറിയത്തിൽ കളിച്ച് സെൽഫി എല്ലാവരും പറ്റുമോ? അതല്ല. പക്ഷേ ഹദീസ് കേട്ട് പാകപ്പെട്ടില്ലെങ്കിൽ നാളെ അവരുടെ കൽപ്പിന് ഈമാൻ ഉണ്ടായി ഇൻഷാ അല്ലാഹ് പാകപ്പെട്ട് വരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാം. പക്ഷെ താടി വലിക്കുന്നത് കാരണം ഓണമുണ്ട്, താടി നല്ല ഇവിടെ 4 രോമത്തിനാ അതെല്ലാം കൂടി നിൽക്കുന്നതല്ല, അങ്ങനെ ഒന്നും പറയില്ല. അതാണ് നിഷേധം, അത് പാടില്ല.
അത് പാടില്ല. അള്ളാഹുവിന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയായ പുരുഷനോ ഒരു സത്യവിശ്വാസിയായ പെണ്ണിനോ രണ്ടഭിപ്രായം പാടില്ല. ഹൃദയത്തിൽ ഹദീസ് സഹിയാണെന്ന് കേട്ടാലോ തഫ്സീറിൽ വന്നതാണെന്ന് കേട്ടാലോ ഒരു ചോദിച്ചിൽ സംഗതിക്ക് അങ്ങനെ തന്നെ എന്നാലും അതിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അള്ളാഹ് പറയുന്നു അങ്ങനെ അള്ളാഹ്ക്കും അള്ളാഹുന്റെ റസൂലും ആര് എതിർക്കുന്നോ പക്കത്ത് വല്ല വലാല മുബീന വ്യക്തമായ വഴികേടിലാണ്. അപ്പോ ഹൃദയത്തെ ബാധിക്കുന്ന ശിർക്ക്, നിഫാഖ്, കുഫ്ർ, റിയാഗ്, വഹ്ന്, അസദ്, ഉജ്ബ്, കിബ്ർ അല്ലേ ഒക്കെ ഹൃദയത്തെ മാറ്റുക. എന്നിട്ട് ഹൃദയം നല്ല ശുദ്ധിയാക്കുക. അങ്ങനെ പളുങ്ക് പാത്രമായ ആ നഫ്സിൽ ആ ഹൃദയത്തിൽ നമ്മുടെ നഫ്സിനെ നമ്മൾ കൃത്യമായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൽഹംദുലില്ലാ വരാൻ പോകുന്ന റമദാൻ നമുക്ക് മുതൽ കൂട്ടാണ്. അങ്ങനെ നമ്മൾ റമദാനെ സ്വീകരിച്ചാൽ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുഅ്മിനീങ്ങളെ അതിന് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ വാചകം കൂടി പറയാം, 2 സെക്കൻഡ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വാചകമാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു എന്ന താബിഈ പണ്ഡിതൻ, അദ്ദേഹത്തോട് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണ് ആ ചോദ്യം? എന്താണെന്ന് കേട്ടോളൂ. ഇതാ, അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാണ്. സുഹൈല ഇബ്രാഹിം ഇബ്നു അഹ്മദ് മാലന നദഉ ഫലാ യസ്തജാബു ലനാ. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ജനങ്ങൾ ചോദിച്ചു, ഞങ്ങൾ അല്ലാഹുവോട് ദുആർക്കുന്നുണ്ട്, പക്ഷെ അല്ലാഹു ഞങ്ങൾ ദുആ സ്വീകരിക്കുന്നില്ല, എന്താ കാരണം എന്ന് ചോദിച്ചു. അദ്ദേഹം 7 കാരണം പറഞ്ഞിട്ടുണ്ട്. സമയമല്ല അവിടെ. അടുത്ത ക്ലാസ് അവസരം തരികയാണെങ്കിൽ റമദാനെ പറ്റാണെങ്കിൽ ഞാൻ മൊത്തം വിശദീകരിക്കാം. ഇന്നൊരു കാര്യം മാത്രം ഞാൻ പറയാം കേട്ടോ. അദ്ദേഹം പറഞ്ഞു, തറക്തുക്കും ഹുയൂബക്കും വസ്തഖൽതും ബിഹുയൂബിൻ നാസ്. നിങ്ങളുടെ പോരായ്മകളെ മാറ്റിവെച്ച് ജനങ്ങളുടെ പോരായ്മകളെ ചെയ്യാൻ തുടങ്ങി. അതാ പ്രശ്നം. മറ്റുള്ളവന്റെ കുറ്റക്കുറവ് നോക്കിയാണ് നമ്മൾ ജനിച്ചുകൊണ്ടുമ്പോ 3 നില നമ്മളെ എങ്ങനെത്തിക്കാം അത് നമ്മൾ നോക്കിയില്ല. അതുകൊണ്ട് അവരവരെ ന്യൂനതകൾ തിരുത്തുക, മറ്റുള്ളവരെ പരിഹസിക്കാനും ഓരോ കുറ്റക്കുറവ് നോക്കാനും അത് ഫസാദാക്കാനല്ല നടക്കുക. നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കുക, നമ്മളെ പോരായ്മകൾ നമ്മൾ കാണാം, എന്നിട്ട് അതെല്ലാം ഒന്ന് തിരുത്തി പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റും പിഴക്കൊക്കെ നന്നാക്കി അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നമ്മൾ താങ്കളെ കണ്ട് എല്ലാം ഫോട്ടോ എടുത്ത് പോയി എല്ലാം റാഹത്തായിട്ട് അജ്ജിന് ഓർമ്മയായി തന്നെ റമദാനിലേക്ക് നമ്മൾ ഇറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരു ആയുസ്സിനെ പോലും തോൽപ്പിച്ചു കളയുവാൻ പുണ്യങ്ങൾ നേടാനുള്ള വരാൻ പോകുന്ന മഹത്തായ അവസരത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായി കിടക്കുന്ന ആളുകളെ ഓർമ്മിച്ചിട്ട് കൊടുക്കുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യത്തോടും കൂടി റമദാൻ അനുഭവിക്കുന്ന തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി സമ്പത്തും ആരോഗ്യവും സമയവും ഒക്കെ ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റഹ്മായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു അഫ്ളൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم وصلى الله وسلم تسليما كثيرا.